കളർ ചെയ്ത് ആകെ നാശകോശമായി ഡ്രൈ ആയി പൊട്ടിപ്പോകുന്ന എൻ്റെ മുടിയെ ഞാൻ വീണ്ടെടുത്തൊരു ഹെയർ പാക്കാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതായത് കളർ ചെയ്ത മുടി എത്രത്തോളം ഡ്രൈ ആകുമെന്ന് എല്ലാവർക്കും അറിയാം. കളർ ചെയ്യാതിരിക്കുകയില്ലല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനത്തെ കെയറൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ കളർ ചെയ്ത മുടിയും ഞാൻ നന്നായി വളർത്തിയെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഡാമേജും ഇതുവരെ ഹെയറിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഹെയർ പാക്ക് നിങ്ങളും യൂസ് ചെയ്ത് നോക്കൂ, ബെറ്റർ റിസൾട്ടാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ഹെയർ കെയർ ടിപ്പോ ഫേസ് ടിപ്പോ ഒന്നും ഇടാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റലില്ല. ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക, വാവനെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അമ്മയും അച്ഛനും അടന്ന് പണിക്ക് പോകുന്ന പോലെയല്ല, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. കുറച്ച് ആയതോടുകൂടി ഞാൻ ആകെ ഡൗണായി. കാരണം എന്ന് വെച്ചാൽ എല്ലാം വലിച്ചിടാൻ തുടങ്ങി. പിന്നെ സ്റ്റിക്ക് വന്ന അവൻ മൊത്തം ഇങ്ങനെ പൊട്ടി, ഇങ്ങനെ പറയുക താഴിലിടും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളെ മുടി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ. ഇന്നലെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ മുടി കളർ ചെയ്തതുകൊണ്ട് തന്നെ എനിക്കില്ല എന്നും മലയാളം വരാത്ത പോലെ തോന്നുന്നു. കളർ ചെയ്തത് കൊണ്ട് തന്നെ മുടിയുടെ സ്വാഭാവികതയും എലാസ്തികതയും പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ തൊടുമ്പോൾ ഒരു സ്മൂത്ത്നെസ്സും ഒന്നും ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചെയ്യുമ്പം പറഞ്ഞാൽ അതിൻ്റെതായ കെയർ കൊടുക്കണം. നമ്മൾ എന്തായാലും ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണല്ലോ ഹെയറിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നല്ല ഡ്രൈ ആയിട്ടുള്ളത് ഉറപ്പല്ലേ. കുറച്ച് സ്റ്റൈലായിട്ട് നമ്മൾ മുടി വെക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു അവസ്ഥ. എനിക്ക് ഭയങ്കര ഡ്രൈ ആണ്. ഞാൻ ഓയിലി ഹെയർ ആയിരുന്നു, പക്ഷേ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ കെയർ കൊടുക്കലുണ്ട്. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് ഇത്. യൂട്യൂബിലോ അങ്ങനെ ഒന്നും ആദ്യം കണ്ടിട്ടൊന്നുമല്ല. എനിക്കൊരു പ്രോട്ടീൻ കെയർ ഹെയറിന് കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ്, എന്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നുമില്ല, നല്ലതാണ്. പിന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തലയോട്ടിക്കാണ്. പിന്നെ ഹെയർ എന്തായാലും 4 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് കഴുകുമ്പോൾ ഇതുപോലെ നല്ല ഒരു പാക്ക് ഞാൻ ഇടാൻ ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ നമുക്ക് ഓവർ വലിച്ചു നീട്ടുന്നില്ല, പാക്കിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നോക്കിയാലോ. കമോൺ. അപ്പോൾ നമുക്ക് ഹെയർ പാക്കിൽ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. മുട്ട, അലോവേര, പിന്നെ വെളിച്ചെണ്ണ, അത്ര മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ തേച്ചാൽ നമ്മുടെ ഫ്രിസിനെസ് കുറയോ ഡ്രൈ കൂടുമല്ല ചെയ്യുക ഈ മുട്ടയൊക്കെ ആഡ് ചെയ്താൽ? ശരിക്കും റിയലായിട്ടുള്ള എൻ്റെ അനുഭവമാണ്. മുട്ട മാത്രമല്ല, ഇതിൽ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേരുമ്പോൾ അതൊരു സ്മൂത്ത്നെസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയറിന്. അതുകൊണ്ടാണ് ഞാൻ ജെന്യുവനായിട്ട് ഈ ഒരു പാക്ക് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ മുട്ട പ്രോട്ടീൻ കൊടുക്കും നമ്മുടെ ഹെയറിന്, മാത്രമല്ല ഇത് ഡ്രൈ ആക്കും. ഒന്നാമത് നമ്മുടെ ഈ ഒരു കളർ ചെയ്ത ആൾക്കാരുടെ മുടി ഡ്രൈ ഹെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മുട്ട ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. പാർലറിലൊക്കെ പോയിട്ട് തന്നെ പ്രോട്ടീൻ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതുകൊണ്ടാണ് ഇതുപോലത്തെ പാക്കൊക്കെ ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും എൻ്റെ മുടിക്ക് യാതൊരു ഡാമേജൊന്നും വരാറില്ല. ഇപ്പം ഞാൻ ചെയ്തത് ഹെയർ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രിസിനെസ്സും കാര്യങ്ങളും ഡ്രൈനെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും എൻ്റെ ഹെയർ നന്നായി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ചൂസ് ചെയ്തത്. മാത്രമല്ല ഇത് ഞാൻ 2ാം തവണയാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരിക്കൽ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. മാത്രമല്ല ഇത് ഹെയർ ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യും. എൻ്റെ മുകളിലുള്ള ബേബി ഹെയർസൊക്കെ ഞാൻ ഇതുപോലെ ഹെയർ പാക്ക് ചെയ്തിട്ടാട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം, ഞാൻ കഥ പറയുന്നില്ല, നമുക്ക് ആദ്യം വേണ്ടത് അലോവേരയാണ്. ഞാൻ ഒരു അലോവേരയിൽ നിന്ന് 3 ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തതാണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ലെങ്ത്തിലും കുറച്ച് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാരണം നമുക്ക് ഡാമേജ്ഡ് ആയല്ലോ. നമ്മൾ ഈ ഹെയർ കളർ ചെയ്ത് ഓൾറെഡി നമ്മളെ ഹെയർ എന്തായാലും ഡാമേജ് ആവും. അത് നിങ്ങൾ എന്തായാലും അത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഈ കളർ ചെയ്യുന്നവർ ആ കാണുന്ന ഒരു സ്റ്റൈൽ മാത്രമേ, പിന്നെ ചേരിക്കുച്ചു പോലെ
ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ അലോവേര എടുത്തത്. അലോവേര നമ്മൾ നല്ലൊരു മോയ്സ്ചറിങ് തരും നമ്മുടെ ഹെയറിന്. അപ്പോൾ അലോവേര അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞ വെള്ള, ഈ മുട്ട മണക്കുന്നുള്ളവരാണെങ്കിൽ മഞ്ഞ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഞെട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞ എടുക്കുന്നുണ്ട്. മഞ്ഞയും വെള്ളയും ഒക്കെ നല്ലതാണ് ഹെയറിന്, അതുകൊണ്ട് രണ്ടും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചേർത്തിരിക്കുന്നത് ചെമ്പരത്തിയാണ്. അത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. അത് കളറ് കൂടുതൽ എന്താ പറയുക കാലം നിൽക്കേണ്ടവരാണെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടത് ഓപ്ഷണലാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ കളറ് പെർമനൻറ്റ് വേണമെന്നൊന്നുമില്ല, കുറച്ച് ഡള്ളായാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തി ആഡ് ചെയ്തത്. കാരണം ചെമ്പരത്തി മുടി കറുപ്പിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷണൽ എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ലാസ്റ്റായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പ്രോട്ടീൻ തലയ്ക്ക് കൊടുക്കുമെങ്കിലും പക്ഷേ നമ്മുടെ മുടി ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു പാക്കിന് ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി. പക്ഷേ ഇതങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിനൊന്ന് ക്രഷ് ചെയ്യണം, എന്നാലേ ഫുൾ മിക്സ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ അലോവേരയുടെ ജെല്ല് ഫുൾ അടിഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ. അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ടും ചെയ്യണം. എനിക്കങ്ങനെ ഒരു കുറച്ച് അലോവേര വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വേസ്റ്റ് ആകാതെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ നല്ലൊരു പർപ്പിൾ കളറാ, ഒരു വയലറ്റ് ഇങ്ങനത്തെ ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറ്. പിന്നെ മുട്ടയുടെ ഒരു നൊരയും പതിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കളർ കിട്ടും. പിന്നെ നമ്മുടെ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളർന്ന ഒരു പർപ്പിളെല്ലാം പോലത്തെ കളറാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് എന്ന് പറഞ്ഞാൽ അധികം കട്ടിയൊന്നും ഇല്ലാത്ത പാക്കാണ്, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മുടെ കട്ടിയുള്ള പാക്കിനേക്കാൾ കുറച്ച് വെള്ളം പോലത്തെ പാക്കാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അത് കഴുകിക്കളയുന്ന ആ ഒരു പാടും, അതായത് ഒരു കണവും എന്താ പറയുക, ഒരു ഇതും ഉണ്ടാകരുത് ഹെയറിൽ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ നന്നായിട്ട് കഴുകി കളയണം. ചില ആൾക്കാർക്ക് ഈ നന്നായി കഴുകി കളയാൻ കഴിയാണ്ട് അവിടെ തന്നെ തലയോട്ടിയിൽ ഈ ഹെയർ പാക്ക് തിങ്ങി നടന്നിട്ട് താരനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഹെയർ പാക്ക് വളരെ ലിക്വിഡ് ഫോമാണ്, അതുകൊണ്ട് തന്നെ നല്ല ഒരു എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് വെറുതെ വീട്ടിലിരുന്ന് ഷാമ്പൂ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ മുടി ഒരിക്കലും വളരാൻ പോകുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായി സ്റ്റൈൽ ചെയ്യണമെങ്കിൽ മുടി എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്ക് ട്രൈ ചെയ്യുക. മസ്റ്റ് ട്രൈ ആണ്, 100% റിസൾട്ടാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ എൻ്റെ ഹെയർ ഇതുപോലെ തിക്നെസ്സും അല്ലെങ്കിൽ ലെങ്ത്തും വെക്കുന്നത് ഇതുപോലത്തെ പലതരം ഹെയർ പാക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയ ഹെയർ പാക്കാണ്. പിന്നെ ഇത്രയും കാലം എവിടെ പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആഴ്ചക്ക് ഹെയർ ഇതേപോലെ കെയർ ചെയ്യാറുണ്ട്. ഒരിക്കലും വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടോ എനിക്ക് ഇടാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഒന്നും വരാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, മോനൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു വെയിറ്റും തലക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നന്നായി ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഹെയർ പാക്ക് എന്തുകൊണ്ടേ ഇതുപോലെ നന്നായി മസാജ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ഒരു അത്യാവശ്യം മസാജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹെയർ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതായത് കുറച്ച് നനവ് വന്നിട്ടുണ്ടല്ലോ മുടി, അപ്പോൾ അധികം മസാജ് ചെയ്യുന്നത് നല്ലതല്ല. എന്നാലും ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ പാക്ക് എല്ലായിടത്തും എത്തിയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാജ് കൊടുക്കുന്നത് കൂടി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല പാക്ക് എല്ലായിടത്തും എത്തി നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഈ ഒരു മസാജ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതേപോലെ മുടി കെട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ബൈ.